ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് മജ്ബൂസാണ്. ഇനി ഈ മജ്ബൂസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 4 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നത് ചോറിന് മഞ്ഞ കളർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടികളെല്ലാം കൂടി നല്ല പോലെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ചിക്കൻ പീസ് എല്ലാം കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഫ്രൈ പാനിലായിട്ട് ചിക്കൻ പീസ് മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ മുഴുവൻ ചിക്കൻ പീസസും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കനും ഫ്രൈ ആയി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ചിക്കൻ പീസസ് മുഴുവനും ഇതേപോലെ കോരിയെടുത്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മജ്ബൂസിന് വേണ്ടിയുള്ള ചോറ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഇതുപോലുള്ള കപ്പിൽ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കുഴിയുള്ള ഒരു ഫ്രൈ പാൻ എടുത്ത് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിലില്ലേ, അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലിലേക്ക് കുറച്ച് കറുവപ്പട്ടയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂണിനടുത്ത് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്പൈസസ് എല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള ഇതേപോലെ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് തീ കൂട്ടി വെച്ച് തന്നെ ഈ ഉള്ളി നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഉള്ളി നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ശരിക്കും മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ മജ്ബൂസിലേക്ക് സോസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തക്കാളി കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലുള്ള ഒരു പാക്കറ്റിൽ 2 സ്റ്റോക്ക് കിട്ടും. ഇതേപോലുള്ള ചിക്കൻ സ്റ്റോക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഞാനിവിടെ 2 ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉണക്ക നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നാരങ്ങ ഇതിലേക്ക് ചേർക്കുമ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. എന്നാലേ ഇതിൻ്റെ സ്മെല്ല് മജ്ബൂസിലേക്ക് നന്നായിട്ട് വരൂ. ഇനി ഈ മസാലയിലേക്ക് മജ്ബൂസ് മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മജ്ബൂസ് മസാലയും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ ഈ മസാലയിലേക്ക് 3 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മസാലകളൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നേരത്തെ കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായി ഊറ്റിക്കളഞ്ഞ അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നോക്കണം. മസാലയിലും അരിയിലും ഉപ്പ് നന്നായി പിടിക്കണം.
ഉപ്പ് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഏകദേശം 5-6 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും 3-4 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിന് നല്ലൊരു സ്മെല്ല് കിട്ടും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചോറ് നല്ല പോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ.